ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 66. അത്രയും നേരം വെപ്രാളവും പരവേശവും നാണവും ഒക്കെ ഉണ്ടായിരുന്നവൾക്ക് ആ സമയം പരിഭവം മാത്രമേ ആ പാവം പിടിച്ചവനോടുണ്ടായിരുന്നുള്ളൂ. അത്രത്തോളം ആദിയുടെ അവസ്ഥയിൽ അവൾ പേടിച്ചു പോയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ടീച്ചർ അങ്ങ് പേടിച്ചു പോയോ? ദേവിയുടെ ഇരിപ്പ് കണ്ടിട്ടോ അവനും ചെറുതായി സങ്കടം വന്നു തുടങ്ങിയിരുന്നു. കാരണം തൻ്റെ അവസ്ഥയിൽ ആ പാവം ഭയന്നെന്ന് അവൻ ഇതിനോടകം മനസ്സിലായിരുന്നു. ഇനി അങ്ങനെയൊന്നും ചെയ്യല്ലേ ആദ്യേട്ടാ. ആകെപ്പാടെ ദേവിക സംസാരിച്ചത് അതുമാത്രമായിരുന്നു. ഏയ് ഇല്ലടോ, താൻ എന്നോട് മിണ്ടാതെ കിടന്നപ്പോൾ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിത്രത്തോളം പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ല. പെണ്ണിൻ്റെ കയ്യിൽ നിന്നുമുള്ള പിടി മഹർഷി അപ്പോഴും വിട്ടിരുന്നില്ല. അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദേവിക മുഖം കുനിച്ചിരുന്നു. ഉറക്കം വരുന്നേ ടീച്ചർ കിടന്നോ? അവളുടെ താല്പര്യമില്ലായ്മ കണ്ടിട്ടാവണം ആദ്യം പെട്ടെന്ന് അവളുടെ കൈക്ക് മുകളിൽ നിന്നുള്ള പിടുത്തം അയച്ചത്. ആ മെല്ലെ ബെഡിലേക്ക് കയറി കൈകൾ രണ്ടും വയറിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് മലർന്നു കിടന്നവൾ. എടോ ടീച്ചറെ. പെണ്ണിൻ്റെ അരികിലായി ചെന്ന് കിടന്നവൻ അവളെ മുഖം ചെരിച്ചു നോക്കി. ആ നോട്ടം സീലിംഗ് ഫാനിലേക്ക് ആയിരുന്നെങ്കിലും ദേവിക അവനെ മൂളി കേട്ടു. വൈകിട്ട് ഞാൻ വന്ന് തൻ്റെ മുകളിൽ വീണതുകൊണ്ടാണോ ഇത്രയും നേരം ഈ ഒളിച്ചും പാത്തും കളി കളിച്ചത്? അത് ചോദിക്കുമ്പോൾ ആദിയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. പക്ഷെ അത്രയും നേരം പരിഭവത്തോടെ കിടന്നവളുടെ കണ്ണുകളിൽ നാണത്തിൻ്റെ ഒരു നിഴലാട്ടം മിന്നിമായുന്നത് മഹർഷി നോക്കിക്കണ്ടു. പറ ടീച്ചറെ, എന്തിനാ ഇത്രയും ചമ്മലുന്നാണോ? പെണ്ണിൻ്റെ മുഖം ചുവന്ന് കയറുന്നത് കണ്ടതും അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഒട്ടൊരു കുറുമ്പോടെ. അതോ പണ്ടത്തെ പോലെ ഇപ്പോഴും എന്നെ പേടിയും ഭയവുമാണോ? അവളുടെ ഭാഗത്തു നിന്നും യാതൊരു ഉത്തരവും വരുന്നില്ലെന്നറിഞ്ഞതും ചെക്കൻ വീണ്ടും തിരക്കി. ഇത്തവണ കുറുമ്പ് മാറി അവിടെ പരിഭവത്തിൻ്റെ മഴക്കാറുകൾ കയറി. ആദ്യേട്ടാ. അത്രയും നേരവും മൗനമായിട്ടിരുന്നവൾ ആ സമയം മാത്രം മഹർഷിയെ ഒരു താക്കീതോടുകൂടി വിളിച്ചു. പിന്നെന്താ നിന്റെ പ്രശ്നം? ഞാൻ നിന്നെ വല്ലതും ചെയ്തോ? വഴക്ക് പറയുന്നുണ്ടോ? അതോ നിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ലേ? ഒരു ഭാര്യ എന്ന പരിഗണന തരുന്നില്ലേ? ആദ്യം അവളുടെ വശം തിരിഞ്ഞു കിടന്നു. ആദ്യേട്ടാ, എന്തൊക്കെ ഈ പറയുന്നേ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ആദ്യേട്ടനോട് സംസാരിക്കുന്നുണ്ടല്ലോ. അവളും അവന് നേരെ മുഖം ചരിച്ചു. അങ്ങനെയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ എന്നോട് സംസാരിക്കാതെ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാതെ ഇത്തിരി മുൻപ് അന്യയെപ്പോലെ ഈ ബെഡിൽ കടന്നത്? പരസ്പരം കണ്ണുകൾ ഇടഞ്ഞതും ആദിയുടെ നോട്ടം അവളുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറി. അതെനിക്ക് ചമ്മല് വന്നതുകൊണ്ടല്ലേ? ഇനിയും തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ആദിയുടെ പരിഭവം കാണേണ്ടി വരും എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. എന്തിന്? അത് പിന്നെ ഞാൻ ആദിയേട്ടൻ്റെ ഷർട്ടി പിടിച്ചുകൊണ്ടിരുന്നോണ്ടല്ലേ. എന്നെ കളിയാക്കുമെന്ന് വിചാരിച്ചു. ഉള്ള വിഷയം തുറന്നു പറഞ്ഞപ്പോൾ ദേവികയുടെ മനസ്സ് ഒന്ന് തണുത്തു. ഇതിനാണോ പെണ്ണെ ഞാൻ ഇക്കണ്ട ഹാർട്ട് അറ്റാക്കൊക്കെ അഭിനയിച്ചത്? ചെക്കൻ്റെ കണ്ണുകൾ കൂർത്തു. ദേവിക ഒന്നും മിണ്ടിയില്ല. പകരം അവൻ്റെ നെഞ്ചിലേക്ക് നോക്കിക്കിടന്നു. ദേവികയെ. ആദ്യം അവളുടെ കൈകൾ കവർന്നുകൊണ്ട് വിളിച്ചു. ആ. ഇത്തവണ പഴയതുപോലെ പേടിയൊന്നും തോന്നിയില്ലെങ്കിലും അവൻ്റെ മുഖത്തേക്ക് ഒട്ടൊരു സംശയത്തോടെ അവൾ ഉറ്റുനോക്കി. ഞാൻ നിന്റെ ആരാ പെണ്ണേ? ചെക്കൻ്റെ ചോദ്യം കാതും കഴിഞ്ഞ് ഹൃദയത്തിൽ തുളച്ചു കയറുവാൻ പാകത്തിലുള്ളതായിരുന്നു. പറയ്. അത്രത്തോളം ആർദ്രമായി ചെക്കൻ വീണ്ടും ചോദിച്ചു. എൻ്റെ ആദിയേട്ടൻ. ആ ഒരൊറ്റ വാക്കിലുണ്ടായിരുന്നു ദേവികയുടെ മനസ്സിലുള്ള ആദിയുടെ സ്ഥാനം. അതെന്നോ ഓർത്താൽ മതി. അവളെ നോക്കി കണ്ണ് ചിമ്മി കാട്ടിക്കൊണ്ട് പറയുമ്പോൾ ദേവികയിലും വിടർന്നിരുന്നു ഒരു ചെറു പുഞ്ചിരി, നാണത്തിൽ തീർത്ത പുഞ്ചിരി. കിടന്നോ. ഗുഡ് നൈറ്റ്. മഹർഷി പെണ്ണിൻ്റെ കൈപ്പത്തിക്ക് മുകളിൽ 2 കൊട്ടുകൊട്ടി. ഗുഡ് നൈറ്റ്. സമ്മതത്തോടെ അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് ദേവിക കണ്ണുകൾ അടച്ചു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ഒരു നീണ്ട ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു. അവളെ നോക്കിക്കൊണ്ട് അവനും. രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ആദിയുടെ ദേഹം അവളോട് ചേർന്നു. അവൻ്റെ മുഖം പെണ്ണിൻ്റെ കഴുത്തിടുക്കിൽ അമർന്നു. ചെക്കൻ്റെ വലങ്കൈ ദേവികയുടെ നടുവിനെ ചുറ്റി വളഞ്ഞു. റൂമിലെ AC യുടെ തണുപ്പിൽ
അവൻ ആ പെണ്ണിനെ ഉറക്കത്തിൽ വലിച്ചു മുറുക്കി കെട്ടിപ്പിടിച്ചു. പക്ഷേ ഗാഠനിദ്രയിലായിരുന്ന ആ ഒരുവളുടെ മനസ്സിൽ ഒരു പേടിപ്പെടുത്തുന്ന ദുസ്വപ്നം രൂപം കൊള്ളുകയായിരുന്നു. തൻ്റെ ശരീരത്തിൽ കൂടി തേരട്ടയെപ്പോലെ ചുറ്റിക്കയറുന്ന സുധിയുടെ കൈകൾ. ദേവിക ഒരലർച്ചയോടെ ഞെട്ടിക്കൊണ്ട് തൻ്റെ ശരീരത്തിന് മുകളിലായി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ആദിയുടെ വലങ്കൈ ഊക്കോടെ തട്ടിമാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പേടിയോടെ നാലുപാടും കണ്ണുമിഴിച്ചുകൊണ്ട് നോക്കിയവളുടെ മനസ്സിൽ അപ്പോഴും സ്വപ്നമേത് യാഥാർത്ഥ്യമേത് എന്നറിയുവാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. എന്താടി, എന്താ പറ്റിയേ? പെണ്ണിൻ്റെ അലർച്ച കേട്ട് ഞെട്ടി എഴുന്നേറ്റവൻ ആയത്തിൽ ശ്വാസം എടുക്കുന്നവളെ കണ്ടതും ഒന്ന് പേടിച്ചു പോയി. ദേവിക, എന്താടി? ദേവികയുടെ മുന്നിലേക്ക് ചെന്നിരുന്നു കൊണ്ട് അവൻ അവളെ തൻ്റെ ദേഹത്തേക്ക് മുറുക്കെ പിടിച്ചു. വേണ്ട, എന്നെ തൊടണ്ട, എനിക്ക് പേടിയാ. അവളവനെ തള്ളി മാറ്റി ഭയത്തോടെ. ദേവി, പേടിക്കല്ലേടി, ഇത് ഞാനാ, നിന്റെ ആദിയേട്ടൻ. ദേവിക പല പ്രാവശ്യം അവനെ തള്ളി മാറ്റിയെങ്കിലും പെണ്ണിനെ നെഞ്ചിലേക്ക് അടക്കി പിടിക്കുകയാണ് ആദി വീണ്ടും വീണ്ടും ചെയ്തത്. എനിക്ക് പേടിയാ, അയാൾ എന്നെ ഉപദ്രവിക്കും, എന്നെ കൊല്ല ചെയ്യും, ഞാൻ മരിച്ചു പോകും ആദിയേട്ടാ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് നെറ്റി മുട്ടിച്ചുകൊണ്ട് അലറിക്കരഞ്ഞു. സ്വബോധത്തിലേക്ക് വന്നതും ദുസ്വപ്നത്തിൻ്റെ ഓർമ്മകൾ അവളെ ശ്വാസം മുട്ടിച്ചിരുന്നു. ഒന്നുമില്ലടാ, നിന്നെ ഉപദ്രവിക്കാൻ ഇവിടെ ആരും വരില്ല, നിന്റെ ആദിയേട്ടനല്ലേ പറയുന്നേ. പെണ്ണിൻ്റെ കരച്ചിൽ മഹർഷിയുടെ നെഞ്ച് തകർക്കുവാൻ പോന്നതായിരുന്നു. അവൻ ആ പെണ്ണിനെ ഒന്നും കൂടി തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ ഭവിച്ച വേദനകളുടെ തീവ്രത പെണ്ണിനെ അത്രമാത്രം തളർത്തിയിരുന്നു. ഇല്ലടി, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പെണ്ണിനെ തൊടാൻ ആർക്കാ ധൈര്യം? എൻ്റെ ഭാര്യയുടെ നിഴലിനെ പോലും തൊടാൻ ആരും ധൈര്യപ്പെടില്ല. ദേവിയുടെ മുഖം കൊയ്ക്കുമ്പിളിൽ കോരിയെടുത്തവൻ എന്നിട്ട് പെരുവിരൽ കൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു കളഞ്ഞു. ദേവികെ അവൻ്റെ ഇരു കൈകളിലും പിടുത്തമിട്ടുകൊണ്ട് വിതുമ്പലോടെ തലയാട്ടി. ഇങ്ങോട്ട് നോക്കിയേ. കൈക്കുള്ളിലിരിക്കുന്നവളുടെ നോട്ടം വേറെ എങ്ങോട്ടേക്കോ ആണെന്ന് മനസ്സിലാക്കിയതും അവൻ ആർദ്രമായി വിളിച്ചു. ദേവിക അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിസ്സഹായിയായ ഒരുവളുടെ ചങ്ക് തകർന്ന നോട്ടം. എൻ്റെ പെണ്ണിന് ഞാനുണ്ടാവും, ഇന്നും എന്നും. നിന്റെ സ്വപ്നങ്ങളിൽ ഇനിയൊരിക്കൽ പോലും ആ സ്തുതി ഉണ്ടാവരുത് ദേവി. ഈ ഞാൻ മാത്രം മതി. ദേവികയുടെ നെറുകയിൽ ചുണ്ടുകൾ പതിപ്പിക്കുമ്പോൾ ഇവൾ എൻ്റെ മാത്രം എന്നൊരു ഭാവമായിരുന്നു ആദിയുടെ മനസ്സിൽ. പെണ്ണവൾ കുതറിയില്ല, ഭയപ്പെട്ടില്ല, വിപ്രാളമോ പരവേശമോ കാട്ടിയില്ല. പകരം അവനിലെ സുരക്ഷിതത്വത്തിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു. അവളൊരു കുഞ്ഞായിരുന്നപ്പോൾ അമ്മക്കിളിയുടെ ചിറകിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരു കുഞ്ഞിക്കിളി. നിമിഷങ്ങൾ കടന്നുപോയി. ദേവികയുടെ വിതുമ്പലുകളും ഏങ്ങലടികളും മെല്ലെ നേർത്തു വന്നു. ദേവി. അവളൊന്നടങ്ങിയെന്ന് തോന്നിയതും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരിക്കുന്നവളെ ആദ്യമെല്ലെ തട്ടി വിളിച്ചു. ആ. പെണ്ണുമെല്ലെ അവനിൽ നിന്ന് അടർന്നു മാറി. ഉറങ്ങണ്ടേ? ദേവികയുടെ മുഖത്തിൽ കരച്ചിൽ പാടുകളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ മെല്ലെ ചോദിച്ചു. ആഹാ, ഉറക്കം വരുന്നില്ല ആദിയേട്ടാ. കരഞ്ഞു കരഞ്ഞ് നീര് വെച്ചതുപോലെ ദേവികയുടെ മുഖം ഇടുമ്പിച്ചിരുന്നു. എങ്കി വാ. ചെക്കൻ അവളെ ബെഡിൽ നിന്നും മെല്ലെ താഴെ ഇറക്കി. എന്നിട്ട് മുന്നോട്ടേക്ക് നടത്തിച്ചു. എങ്ങോട്ടേക്കാ? തൻ്റെ മാനസികാവസ്ഥ ഒട്ടും നന്നായില്ലായിരുന്നത് കൊണ്ട് തന്നെ അവൾ അവൻ്റെ പിന്നാലെ താല്പര്യമില്ലാതെ നടന്നു. സമയം 4 ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും നല്ല ഇരുട്ടും. പോകുന്ന വഴിയിലുടനീളം മുൻപോട്ടുള്ള റോഡ് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള കോടയാണ്. മഴ പെയ്ത് തോർന്നതിന് ശേഷമുള്ള കോട. ഒരു വെള്ള പുതപ്പ് പോലെ അന്തരീക്ഷത്തിലുടനീളം കോട പരന്നു കിടക്കുന്നത് വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് നിർവികതയേറെ ഞാനിരുന്നു. ഹൈവേ മൊത്തം വിജനമായതുകൊണ്ടാവാം ആദിയേട്ടൻ്റെ വണ്ടി അല്പം വേഗതയിലാണ് മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരുന്നത്. പൊതുവെ സ്പീഡിൽ പോകുന്നത് എനിക്ക് പേടിയുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ യാത്ര എന്നെ തെല്ലും ഭയപ്പെടുത്തിയില്ല എന്നത് മറ്റൊരു സത്യം. ചിലപ്പോൾ അതെൻ്റെ അടുത്തിരിക്കുന്നവൻ കാരണമാകാം. ആളടുത്തുള്ളപ്പോൾ എനിക്കൊന്നും പറ്റുകയില്ല എന്നൊരു ധൈര്യം ഈയിടെയായിട്ട് പലപ്പോഴായി എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തിരി മുമ്പ് കണ്ട ദുസ്വപ്നത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇനിയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാതിരിക്കുന്നത് കൊണ്ടാവാം. എന്താണെങ്കിലും തലയുടെ പിൻഭാഗം സീറ്റണിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മുൻപിൽ ദൃശ്യമാകുന്ന റോഡിലേക്ക് നോക്കി ഞാൻ അങ്ങനെ തന്നെയിരുന്നു.
വിദ്യാസാഗറിൻ്റെ ഇമ്പമുള്ള പാട്ട് സ്റ്റീരിയോയിൽ നിന്നും വളരെ പതിയെ കാറിനുള്ളിൽ പതുങ്ങി കേൾക്കുന്നുണ്ടായിരുന്നപ്പോൾ കേട്ടുകൊണ്ടേയിരുന്നാൽ ആർക്കും ഒന്ന് പ്രണയിക്കാൻ തോന്നുന്ന പാട്ട്. പക്ഷേ അങ്ങനെയൊരു പ്രണയമോ ഇഷ്ടമോ ജീവിതത്തിൽ ആരോടും ഇല്ലായിരുന്നത് കൊണ്ടാവാം അത് കേട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു വികാരവും തോന്നാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ എൻ്റെ പഴയകാല ജീവിതവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, പ്രണയമില്ലാത്ത ജീവിതം. പെട്ടെന്നാണ് ആ പാട്ടിൻ്റെ അടുത്ത വരികൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ ഊക്കോടെ വന്ന് പതിച്ചത്. പല പ്രാവശ്യം കേട്ട് മറന്ന പാട്ടായിരുന്നു അതെങ്കിലും ആ സമയം ആ പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ ഒരുവൻ്റെ മുഖം പൊടുന്നതിന് അനുവാദം പോലും ചോദിക്കാതെ മനസ്സിലേക്ക് അങ്ങനെ ഇടിച്ചു കയറി വന്നു. അതെ, ആദ്യേട്ടൻ്റെ മുഖം. ഇങ്ങനെയൊന്ന് അതും എപ്പോഴുമുള്ള ഈ മാനസികാവസ്ഥയിൽ എന്തിനു മനസ്സിലേക്ക് എത്തി എന്നൊരു ചോദ്യം സ്വയം ചോദിച്ചുവെങ്കിലും അതിനൊരു ഉത്തരം തരുവാൻ സ്വന്തം മനസ്സ് തെല്ലും കൂട്ടാക്കിയില്ല. താലി കെട്ടിയനായതുകൊണ്ടാവാം എന്നൊരുത്തരം ഞാൻ സ്വയം തേടി കണ്ടുപിടിച്ചെങ്കിലും സുധിയും നിന്റെ ഭർത്താവായിരുന്നില്ലേ എന്നൊരു മറുചോദ്യം മനസ്സ് വീണ്ടും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നു. തോറ്റു കൊടുക്കുവാൻ ഞാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. വീണ്ടും മനസ്സിനോട് ഒരു കാരണവും ഇല്ലാതെ ആദ്യേട്ടൻ്റെ പേരിൽ ഞാൻ യുദ്ധം ചെയ്തു. അതിനു പിന്നിലുള്ള കാരണം വ്യക്തമല്ലെങ്കിലും പ്രണയമാണെന്ന് അംഗീകരിച്ചു കൊടുക്കുവാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു എന്നതായിരുന്നു സത്യം. ചിലപ്പോൾ നിരുപാധികമായി ആദ്യേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാവാം, ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാവാം, എൻ്റെ കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ നോക്കുന്നത് കൊണ്ടാവാം. ഇതൊക്കെയായിരുന്നു ഞാൻ കണ്ടെത്തിയ കാരണങ്ങൾ. മറ്റു പലതും മറച്ചു വയ്ക്കുവാനായി. ഹൃദയവും തലച്ചോറും തമ്മിൽ പൊരുതി മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴും എൻ്റെ വിചാരങ്ങളുടെ തട്ട് തന്നെ താഴ്ന്നിരിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ താഴ്ന്നിരിക്കണമെന്ന് ഞാൻ വെറുതെ ശാഠ്യം പിടിച്ചു. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യമുണ്ടായി. സ്വയം അറിയാതെ തൊട്ടടുത്തിരുന്ന് ഡ്രൈവിംഗ് ചെയ്യുന്നവനെ ഒളിക്കണ്ണിട്ടൊന്ന് പാളി നോക്കിപ്പോയി. ആദ്യേട്ടനും അതേസമയം എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ പോലെയായി. ആളെൻ്റെ നേരെ പൊടുന്നതിനെ കണ്ണുകൾ രണ്ടും ചിമ്മിക്കാട്ടി. ഞാൻ അപ്പോഴേക്കും ഒട്ടൊരു ചമ്മലോടെ കണ്ണുകൾ ആദ്യേട്ടനിൽ നിന്നും പിൻവലിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നോക്കാനുള്ള ധൈര്യം വന്നില്ല. പഴയതുപോലെ തന്നെ നേരെ റോഡിലേക്ക് നോക്കിയിരുന്നു. ആദ്യേട്ടൻ്റെ വണ്ടി ഒരു 10-15 മിനിറ്റിനകം ഒരു തുറസായ സ്ഥലത്ത് എന്ന് നിന്നു. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും കോടമഞ്ഞിനപ്പുറം മഞ്ഞ നിറത്തിലുള്ള പൂമരങ്ങൾ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. ഇറങ്ങ്. വണ്ടി നിർത്തിയിട്ട് ആളെൻ്റെ നേരെ ഒരു ഷോള് നീട്ടി. പുറത്ത് മഞ്ഞുണ്ട് എന്ന ചിന്തയിൽ ഞാൻ അതപ്പോൾ തന്നെ കയ്യിൽ വാങ്ങി. എന്തിനിവിടെ വന്നു എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും അത് മനസ്സിൽ തന്നെ അടക്കി വെച്ചുകൊണ്ട് ഞാൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇടത്തേക്കാല് പുറത്തേക്ക് വെച്ചില്ല. അതിനു മുമ്പേ തന്നെ തണുപ്പ് ദേഹത്തേക്ക് അരിച്ച് കയറുവാനായി തുടങ്ങിയിരുന്നു. ഉഫ്! ഡോറടച്ചു തിരിയുന്നതിന് മുൻപ് തന്നെ കയ്യിലിരുന്ന ഷോള് ചുരിദാറിൻ്റെ ടോപ്പിന് മുകളിലൂടെ ചുറ്റി പുതച്ചു. ഒരടി പോലും മുന്നോട്ടേക്ക് നടക്കാൻ പറ്റാത്തത്ര രീതിയിലായിരുന്നു തണുപ്പിൻ്റെ തീവ്രത. വാ പോകാം. അടുത്തേക്ക് വന്ന് എൻ്റെ ഇടം കൈയിൽ പിടിച്ച് മുന്നോട്ടേക്ക് നടക്കുന്ന ആളിന് തണുപ്പൊന്നുമില്ല എന്നൊരു ചിന്ത അപ്പോൾ എനിക്കുണ്ടായി. കാരണം ആദ്യേട്ടനൊരു ടീഷർട്ടും ജീനും മാത്രമായിരുന്നു ഇട്ടിരുന്നത്. എന്നിട്ടും ആൾ കൂളായിട്ട് നടക്കുന്നത് എന്നെ ഒട്ടൊന്നുമല്ല അമ്പരപ്പെടുത്തിയത്. മെല്ലെ ആദ്യേട്ടന് പിന്നാലെ ഞാനും നടന്നു. ഇത്തിരി മുന്നോട്ടേക്ക് ചെന്നതും പുറത്തെ തണുപ്പിനെ പോലും മറന്നു പോകുന്ന കാഴ്ചയായിരുന്നു ഞാൻ മുമ്പിൽ കണ്ടത്. കോട പെയ്യുന്ന വഴിയിലൂടെ ഇരുവശങ്ങളിലായും നിരനിരയായി ഇല കാണാനാവാത്ത വിധം പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മരങ്ങൾ. മഹാത്ഭുതം! കാഴ്ചയുടെ പ്രതിഫലനത്തിൽ സ്വയം അറിയാതെ എൻ്റെ ചുണ്ടുകൾ പിറുപിറുത്തു. കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ നക്ഷത്ര കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. ഓരോ വശങ്ങളിലും നാട്ടിവെച്ചിരിക്കുന്ന വൈദ്യുത വിളക്കിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ അവ സ്വർണ്ണപ്പൂക്കളാൽ അലങ്കരിച്ച മരങ്ങൾ പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ പൂത്ത കൊമ്പുകൾ പലതും നടവഴിയിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നടക്കുന്നിടമെല്ലാം മഞ്ഞ പരമ്പതാനി വിളിച്ചതുപോലെ കണിക്കൊന്ന പൂക്കളാൽ മൂടിക്കിടക്കുകയാണ്. എനിക്കപ്പോൾ ആകാശം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണിക്കൊന്ന മരങ്ങളാലും കോടയാലും അതെൻ്റെ കണ്ണുകളിൽ നിന്നും മറഞ്ഞു നിന്നു. എല്ലാം കൂടി കണ്ടതും അത്ഭുതത്തിനും അപ്പുറം സന്തോഷത്തിൻ്റെയോ ആത്മസംതൃപ്തിയുടെയോ ഒരു മൂർത്തീഭാവമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ അപ്പോൾ അടിച്ചുകൊണ്ടിരുന്നത്. ആനന്ദത്തിൻ്റെ പരകോടിയിൽ എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകി. മനസ്സ് തണുത്തു. അത്രയും നേരം എന്നെ തളർത്തിയ സങ്കടപ്പെടുത്തിയ ചിന്തകളിൽ നിന്നും എനിക്ക് മോക്ഷം ലഭിച്ചു.
അത്രമേൽ സുന്ദരമായിരുന്ന അവിടം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടമാണെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി. കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് ഓങ്കാരം മന്ത്രത്തിൻ്റെ പതുങ്ങനെയുള്ള ചീളുകൾ എൻ്റെ കാതുകൾക്ക് കുളിര് പകരുവാനായി എന്നെ തേടിയെത്തിയത്. ഇതെവിടെ നിന്നാ? ഇനി അടക്കി പിടിക്കാൻ പറ്റാത്തത്ര ആകാംക്ഷ എന്നിൽ ഉരുത്തിരിവായതുകൊണ്ടാവാം എൻ്റെ വിരൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നവനോട് ആശ്ചര്യം വിടർത്തിയ കണ്ണുകളോടെ ഞാൻ ചോദിച്ചത്. ചെല്ലുമ്പോൾ കാണാമല്ലോ. പതിവ് കണ്ണു ചിമ്മലും പിശുക്കിയുള്ള ഒരു കുഞ്ഞിച്ചിരിയും അല്ലാതെ മറ്റൊന്നും അവിടെ നിന്ന് എനിക്ക് കിട്ടിയില്ല. കുറച്ചുകൂടി മുന്നോട്ടേക്ക് ചെന്നപ്പോൾ വളർന്നു പന്തലിച്ച് തല കാണാനാവാത്ത അത്രയും വലിയൊരു ആൽമരം എൻ്റെ കണ്ണിലുടക്കി. അതിനു ചുറ്റും സിമൻറ്റ് കൊണ്ടുള്ള ഒരു തറ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ തറയുടെ അരികിലേക്ക് നടന്നു ചെന്നപ്പോൾ ഓം എന്ന മന്ത്രത്തിൻ്റെ ധ്വനികൾ ഇത്തിരി ഉച്ചത്തിൽ എനിക്ക് കേൾക്കാമെന്നായി. ക്ഷേത്രമാണോ? അവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് എൻ്റെ കണ്ണുകൾ ചുറ്റമ്പലത്തിനപ്പുറമുള്ള ഒരു ധ്വജസ്തംഭവും ഇത്തിരി നീങ്ങി മാറിയിരിക്കുന്ന അമ്പലത്തിൻ്റെ പകുതി ഭാഗവും കാണാനായി. അപ്പോഴും ആദ്യമായിട്ട് വലം കൈയുടെ ചെറുവിരൽ എൻ്റെ ഇടം കൈയിലെ ചെറുവിരലുമായി കൊരുത്തിട്ടുണ്ടായിരുന്നു. വാ ടീച്ചറെ. ആളെന്നെ നേരെ ആൽത്തറയിലേക്കായിരുന്നു കൂട്ടിക്കൊണ്ടു പോയത്. ഇരിക്ക്. തറയിലേക്ക് കയറിയിരുന്നു കൊണ്ട് എന്നെ കയറ്റിയിരുത്താൻ ആദ്യമായിട്ട് സഹായിച്ചു. എപ്പോഴാ ഇത് തുറക്കാം? അപ്പോഴും ക്ഷേത്രത്തിൻ്റെ നേരെയായിരുന്നു എൻ്റെ കണ്ണുകൾ. ഇനി ഈ സമയമുണ്ട്. തിരുമേനി വന്നിട്ടുണ്ട്, അതായി പാട്ട്. തണുപ്പ് കൊണ്ടാവാം ആദ്യേട്ടൻ്റെ ശബ്ദം ഇത്തിരി വിറച്ചിരുന്നത്. രാവിലെ അമ്പലത്തിലൊന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സറിഞ്ഞ പോലെ പ്രവർത്തിച്ചവനെ ഞാൻ നന്ദിയോടെ നോക്കി. രാവിലെ വന്നാൽ ഇതൊക്കെ നിനക്ക് മിസ്സായില്ലായിരുന്നോ? ആളിൻ്റെ മുഖത്ത് കുഞ്ഞൊരു ചിരിയുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് നോക്കി ഒരു നിമിഷം ഇരുന്നു പോയി. കണിക്കൊന്ന പൂക്കൾ ചിരിക്കുന്നത് പോലെ ഒരു ചിരി. പിന്നീട് സംസാരമൊന്നും ഉണ്ടായില്ല. ഞാൻ ആ കണിക്കൊന്ന മരങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ സ്വയം മറന്നിരുന്നു. വേദനകളില്ല, സങ്കടങ്ങളില്ല, ഭയമില്ല. തീർത്തും ശാന്തമായിരുന്നു എൻ്റെ ഉള്ളമപ്പോൾ. പുറത്തെ അന്തരീക്ഷത്തിലെ മനോഹാരിതയും തണുപ്പും എൻ്റെ മനസ്സിലേക്കും പടർന്നതുപോലെ. പക്ഷേ അവളുടെ സന്തോഷം മാത്രം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിയിരുന്നവൻ്റെ ചുണ്ടുകളിൽ പ്രണയം എന്ന വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.